ഈ അടുത്ത ദിവസം മൗദൂദികൾ ചെയ്തൊരു തോന്നിയാസുണ്ട്, നിങ്ങൾക്കറിയോ? മഹാനരായ പാണക്കാട്ട് ഒരു സയ്യിദിന്റെ അടുത്ത് മൗദൂദികൾ ചെല്ലാണ്. അന്ന് ചെന്നത് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെ കാഫിറാക്കാനുള്ള വീഡിയോ എടുക്കാനാണ്. ഇപ്പോൾ ചെന്നത് എന്തിനാണെന്നറിയോ? മൗദൂദികളുടെ ഒരു സക്കാത്ത് കമ്മിറ്റി ഉണ്ട്, അതിന്റെ പരസ്യം ചെയ്യാനാണ്. എന്താണ് മൗദൂദികളുടെ സക്കാത്ത് കമ്മിറ്റി എന്ന് പറഞ്ഞാല്? മൗദൂദികളുടെ സക്കാത്ത് കമ്മിറ്റിയെ കുറിച്ച് മൗദൂദികൾ തന്നെ മുമ്പ് പ്രബോധനത്തിൽ എഴുതിയത്, മുതലാളിമാരിൽ നിന്ന് സക്കാത്ത് പിരിക്കാനുള്ള അധികാരം ആർക്കാണ്? ഇസ്ലാമിക ഭരണകൂടത്തിനാണ്. ആ ഭരണകൂടമാണ് സക്കാത്ത് കൊടുക്കേണ്ടത്. ആ ഭരണകൂടമാണ്, ഖലീഫയാണ് സക്കാത്ത് പിരിക്കേണ്ടത്, അമീറാണ്. അല്ലാതെ ഇസ്ലാമിക രാജ്യം ഇല്ലാത്തടത്ത് സക്കാത്ത് വാങ്ങാൻ ഗവൺമെന്റുകൾക്കും സംഘടനകൾക്കും അധികാരമില്ല എന്ന് എഴുതി വെച്ച അതേ ജമാഅത്തെ ഇസ്ലാമിക്കാർ പിന്നീട് സക്കാത്ത് കാശ് മുതലാളിമാരിൽ നിന്ന് വാങ്ങി അവരുടേതായ ആശയ പ്രചരണങ്ങൾക്ക് സമ്പത്ത് കണ്ടെത്താമെന്ന് തിരിച്ചറിഞ്ഞ മൗദൂദികൾ അന്ന് പറഞ്ഞ മതത്തെ മാറ്റിയിട്ട് പിന്നെ മൗദൂദികൾ സക്കാത്ത് കമ്മിറ്റി ഉണ്ടാക്കുകയാണ്. എന്നിട്ട് സക്കാത്ത് കമ്മിറ്റി ഉണ്ടാക്കിയിട്ട് മൗദൂദികൾ അതിന് പറഞ്ഞ ന്യായം എന്താണെന്നറിയോ? സമുദായത്തിലെ പാവങ്ങൾ മുതലാളിമാരുടെ വീട്ടുപടിക്കൽ യാചിക്കാൻ പോവുകയാണ്. അങ്ങനെ വീട് കയറിയിറങ്ങി യാചിക്കുന്നത് ഇല്ലാതെയാക്കാനാണ് ഞങ്ങൾ സക്കാത്ത് കമ്മിറ്റി ഉണ്ടാക്കിയത് എന്നാണ്. എന്നിട്ട് ജമാഅത്തുകാർ സക്കാത്ത് കമ്മിറ്റി ഉണ്ടാക്കിയിട്ട് ചെയ്യണത് എന്താ? യാചന ഇല്ലാതെയാക്കണോ? അല്ല, യാചനക്ക് അപേക്ഷ എന്നുള്ള പേര് കൊടുത്തു. അങ്ങനെ നാട്ടിൽ നിന്ന് മുഴുവൻ മൗദൂദികൾ മുതലാളിമാരുടെ സക്കാത്ത് വാങ്ങി ഓലെ ഓഫീസിലും അക്കൗണ്ടിലും കൊണ്ടയിടുകയാണ്. അല്ലാതെ നാട്ടിലെ പാവങ്ങളെ തെരഞ്ഞു ഓല് നടക്കല്ല. എന്നിട്ട് ഏതെങ്കിലും ഒരു സാധുവിന് വീടോ മറ്റ് സഹായങ്ങളോ ആവശ്യമുണ്ടെങ്കിൽ ഹിറാ സെന്ററിൽ അല്ലെങ്കിൽ മൗദൂദി ആസ്ഥാനത്ത് അപേക്ഷ കൊടുത്ത് യാചിക്കണം ഈ മുതലാളിയുടെ സക്കാത്ത് ഈ പാവപ്പെട്ടവന്റെ കൈകളിലെത്താൻ. യാചനക്ക് അപേക്ഷ എന്ന് പേര് കൊടുത്തിട്ട് ആളുകളെ കണ്ണ് പൊടിയിട്ടിട്ട് ഈ ദുർബലരായ മനുഷ്യരുടെ മനസ്സ് അവർക്ക് എന്തെങ്കിലുമൊക്കെ സക്കാത്തിന്റെ കാശെടുത്തു കൊടുത്ത് ഇവരുടെ ആശയ പ്രചരണത്തിലേക്ക് ചേർത്തിക്കൂട്ടാൻ വേണ്ടിയിട്ട് വാവി മൗദൂദികൾ ചെയ്ത കുതന്ത്രമായിരുന്നു അത്. ഇനിയും മൗദൂദികളുടെ സക്കാത്ത് കമ്മിറ്റിയുടെ പരിപാടി എന്താണെന്നറിയോ മുതലാളിമാരെ? നമ്മുടെ സക്കാത്ത് ഉണ്ടല്ലോ, ഒരു വർഷം നമ്മുടെ സമ്പത്തിൽ നിന്ന് നിശ്ചിതമായ വിഹിതം നമ്മൾ കൊടുത്തു തീർക്കേണ്ടതാണ്. അത് അക്കൊല്ലം കൊടുത്തൊഴിവാക്കേണ്ടതാണ്. അക്കൊല്ലം അത് പാവപ്പെട്ടവന്റെ കൈകളിൽ എത്തിക്കേണ്ടതാണ്. എന്നാൽ മൗദൂദികളെ നമ്മൾ സക്കാത്ത് കൊടുത്താലോ അക്കൊല്ലം തന്നെ അത് മുഴുവൻ കൃത്യമായി കൊടുത്തു തീർക്കുമെന്ന് അവർക്ക് ഉറപ്പുണ്ടോ? അങ്ങനെ ഒരു തീരുമാനമുണ്ടോ? ഇല്ല. അവിടെ അക്കൗണ്ടിലോ ഓഫീസിലോ വെക്കും. എന്നിട്ട് അവരുടേതായ ഓഫീസിലേക്ക് സൗകര്യം പോലെ എപ്പോഴാണോ അപേക്ഷ വരുന്നത് അതിൽ നിന്ന് അവരുടെ താല്പര്യങ്ങൾ അനുസരിച്ച് കൊണ്ടെടുത്തു കൊടുക്കോ. അതേ, നമ്മുടെ സക്കാത്ത് മൗദൂദികളുടെ ഹിറാ സെന്ററിൽ കെട്ടിക്കടന്നുകൂടാ. നമ്മുടെ സക്കാത്ത് ഒരു കൊല്ലം കൊടുത്തു തീർക്കേണ്ടത് അക്കൊല്ലം കൊടുത്തൊഴിവാക്കാതെ വഹാബികളുടെ സംഘടന അക്കൗണ്ടിൽ കെട്ടിക്കടന്നുകൂടാ. അങ്ങനെ കെട്ടിക്കടന്നാൽ നമ്മുടെ സക്കാത്ത് വീടുകയില്ല. ഇനി ജമാഅത്തെ ഇസ്ലാമിക്കാരുടെ സക്കാത്ത് കമ്മിറ്റിന്റെ ഒരു കുത്തിത്തിരിപ്പ് എന്താണെന്ന് നിങ്ങള്? പെട്ടുപോയ ജമാഅത്തെ ഇസ്ലാമിയിലെ പാവപ്പെട്ട മുതലാളിമാരുടെ സക്കാത്ത് വാങ്ങിയിട്ട് അതിന് ബൈത്തുൽ മാൽ എന്ന് പേരിട്ടിട്ട് പാവപ്പെട്ട ഈ ഉമ്മത്തിൽ വിശുദ്ധ ഖുർആൻ എണ്ണിപ്പറഞ്ഞ പാവപ്പെട്ടവന്റെ അടുക്കളയിലേക്ക് കണ്ണുനീരൊപ്പാൻ ഒരു മുതലാളി കൈമാറ്റം ചെയ്യേണ്ട ഈ സക്കാത്തിന്റെ സംഖ്യയെ, ഈ സക്കാത്തിന്റെ സമ്പത്തിന് ബൈത്തുൽ മാൽ എന്ന് പേരിട്ട് മൗദൂദികൾ വാങ്ങിയിട്ട് ആ മൗദൂദികളുടെ സംഘടനാ പ്രവർത്തനത്തെ, മാധ്യമ പ്രവർത്തനങ്ങളെ, ആ മൗദൂദികളുടെ രാഷ്ട്രീയ പ്രവർത്തനങ്ങളെ ഇസ്ലാമിക പ്രബോധനവും ജിഹാദുമായി പരിചയപ്പെടുത്തിയിട്ട് പെട്ടുപോയ അണികളുടെ മുതൽ സക്കാത്ത് ഇവർ വാങ്ങിയിട്ട് അത് സംഘടനാ പ്രവർത്തനത്തിനും മാധ്യമ പ്രവർത്തനങ്ങൾക്കും ദുരുപയോഗം ചെയ്യുകയാണ്. ഇങ്ങനെയുള്ള ഒരുപാട് ചതികൾ അടങ്ങിയിട്ടുള്ള ജമാഅത്തെ ഇസ്ലാമിയുടെ സക്കാത്ത് കമ്മിറ്റിയിലേക്ക് വിവരമുള്ള ബോധമുള്ള ഉലമാക്കളുടെ പിന്നിൽ അണിനിരക്കുന്ന പാണക്കാട് സാദാത്തുക്കളെ സ്നേഹിക്കുന്ന ഒരു മുസ്ലിമും സക്കാത്ത് കൊടുക്കാറില്ല, കൊടുക്കുകയുമില്ല. അപ്പം മൗദൂദികൾ കണ്ടൊരു പണിയാണ്, പാണക്കാട് സാദാത്തുക്കളിലെ ആരെങ്കിലും പിടിച്ചിട്ട് ഈ സക്കാത്ത് കമ്മിറ്റിക്ക് ഒരു പരസ്യം വാങ്ങിയാൽ സാധാരണക്കാരായ വിവരം കുറഞ്ഞ മുസ്ലിമീങ്ങൾ ആ സാദാത്തുക്കളൊക്കെ പരസ്യം കൊടുത്തതല്ലേ, അപ്പൊ വലിയ കുഴപ്പമുണ്ടാവില്ല എന്ന് കരുതി ഉമ്മത്തിലെ വിവരമില്ലാത്ത മുതലാളിയുടെ പണം വാങ്ങിയിട്ട് ജമാഅത്തെ ഇസ്ലാമി വളർത്താൻ ആദരണീയരായ തങ്ങന്മാരുടെ കൈമുത്തിയാൽ കൈവട്ടണമെന്ന് പഠിപ്പിച്ച മൗദൂദികൾ ദുരുപയോഗം ചെയ്യുകയാണ്. ഇതൊക്കെ വഹാബി മൗദൂദികളുടെ കാപട്യങ്ങളാണ്. ഇതൊക്കെ വഹാബി മൗദൂദികളുടെ തനിച്ച നിഫാഖുകളാണ്.